നമസ്കാരം ഫ്രണ്ട്സ്. ജനാധിപത്യത്തിന് വേണ്ടിയിട്ടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിരന്തരം വാതോരാതെ സംസാരിക്കുന്നവരാണ് മലയാളികൾ. ഇന്ത്യയുടെ ഏത് കോണിലും ജനാധിപത്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടോ ഒക്കെ സംഭവങ്ങൾ നടക്കുമ്പോഴെല്ലാം മലയാളികൾ ശക്തമായിട്ട് അതിനെല്ലാമെതിരെ പ്രതികരിക്കാറുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾക്കും അതേപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമൊക്കെ വളരെയധികം വില കൽപ്പിക്കുന്നവരാണ് മലയാളികൾ. ഈ ജനാധിപത്യ മൂല്യങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ എന്നും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. കാരണം ജനാധിപത്യത്തിന്റെ വില എത്രത്തോളം വലുതാണെന്ന് മലയാളികൾക്ക് നന്നായി അറിയാം. അങ്ങനെയുള്ള മലയാളികൾ താമസിക്കുന്ന ഈ കേരളത്തിലാണ് ഇന്ന് ക്രൂരമായിട്ടുള്ള ഒരു സംഭവം നടന്നത്. അതായത് ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മലയാളി മാധ്യമപ്രവർത്തകനെ എല്ലാവർക്കും അറിയാം. മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമ ചാനൽ നടത്തിക്കൊണ്ടുപോകുന്ന മാധ്യമപ്രവർത്തകനാണ് ഷാജൻ സ്കറിയ. ഷാജൻ സ്കറിയക്ക് ഇന്ന് കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തൊടുപുഴയിൽ വെച്ച് ഒരു അക്രമം നേരിട്ടു. അതായത് അദ്ദേഹം കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊടുപുഴയിൽ വെച്ച് ഒരു സംഘം അക്രമികൾ അദ്ദേഹത്തിന്റെ കാറ് തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന വാർത്തകളിൽ താല്പര്യമില്ലാത്ത ചില ആളുകളാണ് ഇതിന് പിന്നിൽ എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പലരെയും അറിയാമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇതൊരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന്റെ വാർത്തകൾക്ക് താല്പര്യമില്ലാത്ത ആളുകൾ അദ്ദേഹത്തോട് ചെയ്തതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ആള് ഒരു മാധ്യമപ്രവർത്തകനാണ്. ഒരു ഓൺലൈൻ ന്യൂസ് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ന്യൂസ് ചാനലിലൂടെ അദ്ദേഹം പലർക്കെതിരെയും വിമർശനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം റിപ്പോർട്ടർമാരെയൊക്കെ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ന്യൂസ് ചാനൽ പോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടർമാർ വഴി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ന്യൂസ് ചാനലിലൂടെ വിളിച്ചു പറയുന്നത് പതിവാണ്. അപ്പം ഇതില് പലർക്കെതിരെയുമുള്ള വിമർശനങ്ങളും ഉണ്ടാകാറുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ഒക്കെ വിമർശനങ്ങൾ അദ്ദേഹം നടത്താറുണ്ട്. അദ്ദേഹത്തിന്റെ തൊഴിൽ ചെയ്യുന്നു, ഒരു മാധ്യമപ്രവർത്തകനാണ്. അപ്പം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടർമാരെ വെച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. ന്യൂസ് ചാനലിലൂടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു ന്യൂസ് ചാനലിലൂടെ. ഷാജൻ സ്കറിയെ ക്രൂരമായി ആക്രമിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഷാജൻ സ്കറിയ കൊടുക്കുന്ന വാർത്തകളിൽ അസഹിഷ്ണുതയുള്ള ചിലർ തന്നെ ആയിരിക്കണം ഈ അക്രമത്തിന് പുറകിൽ എന്നുള്ളത് തന്നെയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ ഒരു അക്രമത്തെ. ഷാജൻ അയാളുടെ ന്യൂസ് ചാനലിലൂടെ അയാളുടെ അഭിപ്രായങ്ങൾ അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നന്നായി ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടർമാരെ വെച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ മാധ്യമപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ഇങ്ങനെ വാർത്തകൾ നൽകുന്നതിൽ അസഹിഷ്ണുത ഉള്ള ആളുകൾ തന്നെയാണ് ഈ അക്രമത്തിന് പുറകിൽ എന്നുള്ള കാര്യം ഉറപ്പാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. ഷാജൻ സ്കറിയക്ക് നേരിട്ടുള്ള മർദ്ദനം ശരിക്കു പറഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം തന്നെയാണ്. ഇത് മലയാളികൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടാനും ജനാധിപത്യം സംരക്ഷിക്കപ്പെടാനും ഒക്കെ നിരന്തരം സംസാരിക്കുന്ന മലയാളികൾക്ക് നേരെയുള്ള വെല്ലുവിളി തന്നെയാണ് ശ്രീ ഷാജൻ സ്കറിയക്ക് നേരിട്ടുള്ള ആക്രമം. അതിനകത്ത് ഒരു സംശയമില്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്കെതിരെ വിമർശനങ്ങൾ നടത്തുമ്പോൾ അതിന് അസഹിഷ്ണുത തോന്നി അവരെ പോയി ആക്രമിക്കുന്നത് വെറും തെറ്റായിട്ടുള്ള രീതിയാണ്, വെറും ബുദ്ധിശൂന്യത മാത്രമാണ്. അക്രമം ഒന്നിനൊരു പരിഹാരമല്ല. നമുക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയോ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയോ ആരെങ്കിലും വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരെ പോയിട്ട് മർദ്ദിക്കുക എന്ന് പറയുന്നത് വെറും മണ്ടത്തരം മാത്രമാണ്. മർദ്ദിച്ച് അവരുടെ വായടപ്പിക്കാം എന്ന് പറയുന്നത് ഭൂലോക മണ്ടത്തരമാണ്. മർദ്ദിച്ചു കഴിഞ്ഞാൽ ആരുടെയും വായടയാൻ പോകുന്നില്ല. അവർ പിന്നെയും കൂടുതൽ ശക്തമായിട്ട് വാദിക്കുകയുള്ളൂ. അവരുടെ അഭിപ്രായങ്ങൾ അവർ വിളിച്ചു പറയുകയുള്ളൂ. ഒരാളുടെ വായ അടഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പുറകെ വന്നുകൊണ്ടിരിക്കും.
അതുകൊണ്ട് ആക്രമിച്ച് ആരുടെയെങ്കിലും വായ അടപ്പിച്ച് കളയാം എന്നുള്ളത് വെറും വിഡ്ഢിത്തരം മാത്രമാണ്. ഇന്ന് ഷാജർ അസ്കറിക്ക് നേരിട്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റം തന്നെയാണ്. ഒരു മാധ്യമപ്രവർത്തകൻ ആർക്കെങ്കിലും എതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് ആ വിമർശനങ്ങളിൽ സത്യമില്ലെങ്കിൽ ആ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നവർക്ക് ഇയാൾക്കെതിരെ, ഈ മാധ്യമപ്രവർത്തനെതിരെ നിയമപരമായിട്ട് നീങ്ങാവുന്നതാണ്. അല്ലാതെ വഴിയിൽ വെച്ച് തക്കം പാത്തിരുന്നിട്ട് പോയി ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത്, കായികമായിട്ട് ആക്രമിക്കുകയല്ല ചെയ്യേണ്ടത്. അതൊരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേരുന്ന നടപടിയല്ല. ജനാധിപത്യത്തെ എന്നും വളരെ വിലപ്പെട്ടതായിട്ട് കണക്കാക്കുന്ന ഒരു ജനത ജീവിക്കുന്ന ഒരു നാട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. ഷാജർ അസ്കറിക്ക് നേരിട്ട ആ ആക്രമണം അത് ഒരു ജനാധിപത്യം ഫോളോ ചെയ്തു പോകുന്ന ഒരു നാടിന് ഒരിക്കലും യോജിച്ചതല്ല. അഭിപ്രായങ്ങൾ പറയുന്നവരെ കായികപരമായിട്ട് നേരിട്ട് അവരുടെ വായടപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് വെറും വിഡ്ഢിത്തരം മാത്രമാണ്. ഒരാളെ കായികപരമായിട്ട് നേരിട്ട് അയാളുടെ വായടപ്പിക്കാൻ സാധിക്കുമായിരിക്കും. പുറകെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് വരും. എത്ര പേരുടെ വായടപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക്?